നടൻ സലീം കുമാർ ഗുരുതരാവസ്ഥയിൽ അമൃത ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ്. വാർത്ത കേട്ട് മലയാളികൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയിരിക്കുകയാണ്. നമസ്കാരം, ഞാൻ വിവേക് ബാലകൃഷ്ണൻ. മലയാള സിനിമയിലെ ഒരുപാട് കാലം നല്ല കഥാപാത്രങ്ങൾ, വൈവിധ്യമാർന്ന കഥാപാത്രങ്ങൾ കാഴ്ചവെച്ച നടനാണ് സലീം കുമാർ. അദ്ദേഹത്തിന്റെ പുലിവാൽ കല്യാണവും മീശമാധവനും തെങ്കാശിപ്പട്ടനുമൊക്കെ കുടുകുടാ ചിരിപ്പിക്കുന്ന കഥാപാത്രങ്ങളാണ്. അതുപോലെ തന്നെ ആദാമിന്റെ മകൻ അബുവും അച്ഛനുറങ്ങാത്ത വീടും, ഈ രണ്ട് സിനിമകളിലെ അദ്ദേഹത്തിന്റെ വ്യത്യസ്തമായ കഥാപാത്രങ്ങളുടെ അവതരണം അദ്ദേഹത്തിന് അവാർഡ് നേടിക്കൊടുക്കാൻ സഹായിച്ച കഥാപാത്രങ്ങളാണ്. ആദാമിന്റെ മകൻ അബുവിൽ അദ്ദേഹത്തിന് നാഷണൽ അവാർഡ് കിട്ടിയിട്ടുണ്ട്. അത്രയും ഒരു അതുല്യ പ്രതിഭയാണ് സലീം കുമാർ എന്ന് പറയുന്ന നടനും സംവിധായകനും എഴുത്തുകാരനും ഒക്കെ ആയിട്ടുള്ളത്. അദ്ദേഹം കലാരംഗത്ത് നിൽക്കുമ്പോൾ തന്നെയാണ് താനൊരു കോൺഗ്രസ്സുകാരനാണ് എന്ന് നട്ടെല്ലോടെ പറയാനുള്ള ചങ്കുറ്റം കാണിച്ചത്. അങ്ങനെയുള്ള സലീം കുമാർ എതിർ പാർട്ടികളെ വിമർശിക്കുകയും ട്രോളുകയും ഒക്കെ ചെയ്യുന്നത് സാധാരണയാണ്. ഒരു പാർട്ടിയിൽ നിൽക്കുമ്പോൾ എതിർ പാർട്ടികളെ അങ്ങനെ ട്രോളുകയും വിമർശിക്കുകയും ഒക്കെ ചെയ്യുന്നത് എല്ലാ ആളുകളും ചെയ്യുന്ന കാര്യമാണ്. അത് ഒരു പാർട്ടിയുടെ മാത്രം കുത്തകയായി കാണേണ്ട ഒന്നല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇങ്ങനെ പറയാനുള്ള കാരണം, അദ്ദേഹം ഇത്രയും സീരിയസ് ആയി ഹോസ്പിറ്റലിൽ കിടക്കുന്നു എന്ന് പറഞ്ഞ വാർത്ത, ആ വാർത്തയുടെ താഴെ വരുന്ന കമന്റുകൾ അതിഭീകരമാണ്. ഒരിക്കലും പറയാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് അവർ സലീം കുമാറിനെ വിമർശിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ വിമർശിക്കാൻ മാത്രം സലീം കുമാർ എന്ത് തെറ്റാണ് പൊതുസമൂഹത്തിനോട് ചെയ്തത്? അവർ ചൂണ്ടിക്കാട്ടുന്നത് പിണറായി വിജയനെ വിമർശിച്ചു, പിണറായി വിജയന്റെ സർക്കാരിനെ വിമർശിച്ചു എന്നൊക്കെയാണ്. എന്താ, പിണറായി വിജയന്റെ സർക്കാരിനെ വിമർശിക്കാൻ ഇവിടെ ആർക്കും അർഹതയില്ലേ? അല്ലെങ്കിൽ അങ്ങനെ വിമർശിക്കപ്പെടുന്നവരെ ഇങ്ങനെയുള്ളൊരു വളരെ ശോചനീയമായ ഈ ഒരു അവസ്ഥയിൽ ഇങ്ങനെ വിമർശിക്കുകയോ അല്ലെങ്കിൽ ഇങ്ങനെ തെറി വിളിക്കുകയോ ഒക്കെയാണോ ചെയ്യുന്നതാണോ നല്ല സംസ്കാരം എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യുന്നവർ സാമൂഹ്യ വിരുദ്ധരാണ് എന്ന് തന്നെ പറയേണ്ടി വരും. അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും തന്നെ ഈ അവസരത്തിൽ ചെയ്യാൻ പാടില്ലാത്തതാണ്. അതൊക്കെ വായിക്കുമ്പോൾ ഒരു കലാകാരനോട് കേരളം കാണിക്കുന്ന അനീതിയായിട്ടാണ് തോന്നുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങൾ ഇനിയും ഒരുപാട് വർഷങ്ങൾ നിലനിൽക്കുന്നതാണ്. എല്ലാ ട്രോളുകളിലും ഇപ്പോഴും മണവാളനും അതുപോലെ തന്നെ സ്രാങ്കും ഒക്കെ നല്ല രീതിയിൽ റീച്ച് കിട്ടുന്ന കോമഡി കഥാപാത്രങ്ങൾ തന്നെയാണ്. ഷാഫിയുടെ എല്ലാ സിനിമകളിലും സലീം കുമാറിന്റെ വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ മലയാളികൾക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയും മലയാളികളെ ചിന്തിപ്പിച്ച നടനാണ് സലീം കുമാർ. അദ്ദേഹം ഇത്തരം ഒരു അവസ്ഥയിൽ അമൃത ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ് എന്നറിയുമ്പോൾ തീർച്ചയായിട്ടും ഹൃദയം പൊട്ടുകയാണ്. അദ്ദേഹത്തിന് എത്രയും വേഗം സുഖം പ്രാപിക്കട്ടെ. ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ ഇനിയും ചെയ്യാൻ പറ്റട്ടെ. നമുക്കറിയാം, ചലച്ചിത്ര അക്കാദമി ചെയർമാനൊക്കെ ആയിട്ട് പലരും പേര് മനസ്സിൽ വിചാരിച്ചിരുന്ന ഒരാളാണ് സലീം കുമാർ. അപ്പോൾ അദ്ദേഹത്തിന് ആ ഒരു പദവിയിലേക്ക് എത്താൻ ദൈവം അനുഗ്രഹിക്കട്ടെ. അദ്ദേഹത്തിൻ്റെ ആരോഗ്യം വീണ്ടെടുക്കാനുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചില്ലെങ്കിലും അദ്ദേഹത്തെ കല്ലെറിയാതിരിക്കുക. അദ്ദേഹം ഒരു നല്ല കലാകാരനാണ്, നല്ല വ്യക്തിത്വത്തിനുടമയാണ്, ഒരുപാട് കഴിവുള്ള ഒരു ചിന്തകനാണ്, രാഷ്ട്രീയമായ കാഴ്ചപ്പാടുള്ള വ്യക്തിയാണ്, എല്ലാമാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിയെ വിമർശിച്ചു എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിനെ മാറ്റി നിർത്തപ്പെടേണ്ടതല്ല, അദ്ദേഹത്തിനെ കല്ലെറിയേണ്ടതല്ല. അദ്ദേഹത്തിൻ്റെ കഴിവിനെ എന്നും മലയാളികൾ അംഗീകരിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഒരിക്കൽ കൂടി അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തിനും ആയുസ്സിനും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഒരുപാട് നന്മകൾ ഉണ്ടാവട്ടെ. ഒപ്പം തന്നെ ഈ വിമർശിക്കുന്നവർ ഒട്ടും തന്നെ ഒരിക്കലും പൊറുക്കാൻ പറ്റാത്ത തെറ്റാണ് ചെയ്യുന്നത് എന്നൊന്ന് ഓർക്കണം. കാരണം ഈ സമയം നിങ്ങൾക്ക് വിമർശിക്കാനോ നിങ്ങൾക്ക് തെറി പറയാനുള്ള സമയം ഇതല്ല എന്നൊന്ന് ആത്മപരിശോധന നടത്തണം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.